അനാസ്ഥയ്ക്ക് ഉത്തരം ആര് നൽകും? ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ നവജാത ശിശു മരിച്ചതിൽ ചികിത്സാ പിഴവെന്ന ആരോപണം. മൃതദേഹവുമായി ലേബർ റൂമിന് മുന്നിൽ ബന്ധുക്കൾ പ്രതിഷേധിച്ചു. പ്രസവ സമയം ഡ്യൂട്ടിയിലുണ്ടായിരുന്നത് മെഡിക്കൽ വിദ്യാർത്ഥികൾ മാത്രമെന്നും ബന്ധുക്കൾ ആരോപിച്ചു. വെന്റിലേറ്ററിലായിരുന്ന കുഞ്ഞ് ഇന്നലെ രാത്രിയാണ് മരിച്ചത്. അതേസമയം ആരോപണം മെഡിക്കൽ കോളേജ് തള്ളി. കഴിഞ്ഞ മാസം 28-നാണ് വണ്ടാനം സ്വദേശി സൗമ്യയെ രക്തസ്രാവത്തെ തുടർന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യുന്നത്. ആശുപത്രിയിലെത്തിയ ഉടൻ സൗമ്യയെ ലേബർ റൂമിലേക്ക് മാറ്റി. പരിശോധനയ്ക്ക് ശേഷം മൂത്രത്തിൽ പഴുപ്പ് മൂലമുണ്ടായ ബ്ലീഡിംഗ് ആണെന്നും പ്രസവത്തിന് സമയമായില്ലെന്നും പറഞ്ഞു. വീണ്ടും വേദന അനുഭവപ്പെട്ട് ഡോക്ടറെ സമീപിച്ചെങ്കിലും ആഹാരത്തിന്റെ പ്രശ്നമാകാം, പ്രസവത്തിന് സമയമായില്ലെന്ന് പറഞ്ഞ് മടക്കി അയച്ചു. എന്റെ ഈ ബ്ലീഡിംഗ് മുഴുവൻ പോയതുകൊണ്ടാണ് എന്നെ കുഞ്ഞത് കുടിച്ചത്. ഇവർക്ക് അന്ന് നേരത്തെ കാണാൻ ഇച്ചിരി കണ്ടപ്പോഴത്തേക്കും അത് ഓപ്പറേഷൻ ചെയ്ത് കുഞ്ഞിനെ കിട്ടിയതായിരുന്നു. പ്രസവത്തിന് ശേഷം ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി കുഞ്ഞിനെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി. പിന്നീട് കുഞ്ഞിനെ കാണാൻ പോലും അനുവദിച്ചില്ലെന്നും സൗമ്യ പറയുന്നു. ഇന്നലെ രാത്രിയാണ് കുഞ്ഞു മരിച്ച വിവരം അറിയിക്കുന്നത്. ഇതോടെ ചികിത്സാ പിഴവ് ആരോപിച്ച് ബന്ധുക്കൾ രാത്രി 12ഓടെ മൃതദേഹവുമായി പ്രസവമുറിക്ക് മുൻപിൽ പ്രതിഷേധിച്ചു. കുറച്ച് കഴിയുമ്പോൾ ഇവള് പിന്നെയും വയറുവേദന, പിന്നെയും PVI എന്ന് ഡോക്ടർമാർക്ക് അറിയത്തില്ലേ പ്രസവ സമയമായെന്ന്. മുഴുവനും ബ്ലഡ് മൊത്തം ആയി കഴിഞ്ഞപ്പോഴാണ് ഇവർ പറയുന്നത്, വയറുവേദനയും കൂടിയപ്പോൾ പറയുന്നത്. വിശദമായ അന്വേഷണം നടത്തുമെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അബ്ദുൾ സലാം പറഞ്ഞതോടെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. ചികിത്സാ പിഴവ് ആരോപിച്ച് ബന്ധുക്കൾ അമ്പലപ്പുഴ പോലീസിൽ പരാതി നൽകി. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത അമ്പലപ്പുഴ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ 1.5 വർഷത്തിനിടെ പ്രസവാനന്തര ചികിത്സയ്ക്കിടെ 3 യുവതികളാണ് വണ്ടാനം മെഡിക്കൽ കോളേജിൽ മരിച്ചത്. 70-കാരി ഉബൈമ മരിച്ചത് ആശുപത്രിയുടെ അനാസ്ഥ എന്ന ആരോപണത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം നടത്തിയിരുന്നു. എന്നാൽ ഇതുവരെയും റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടില്ല. 24 ആലപ്പുഴ.